ഡോക്ടർ അരുൺ, ഒരു ദൃശ്യം കൂടി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ബുള്ളറ്റ് ടാങ്കർ. ഡോക്ടർ അരുൺ, ഒരു ദൃശ്യം കൂടി. ഇതാണ് ഒഴുകിപ്പോയ ബുള്ളറ്റ് ടാങ്കർ. ആ സമയത്തുള്ള ദൃശ്യമാണ്. ഗംഗാവാലി നദിയിലൂടെ ബുള്ളറ്റ് ടാങ്കർ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ. ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ബുള്ളറ്റ് ടാങ്കറിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ ചേരുന്നു. രഞ്ജിത്ത്, നേരത്തെ രഞ്ജിത്തിനെ തടഞ്ഞു എന്ന് നമ്മൾ അറിഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇല്ല, ഒരുപാട് വേറെ സംഘടന കുറച്ച് പിള്ളേർ അല്ലാതെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ചുറ്റും കൂടി നിന്നപ്പോഴത്തേക്ക് ഇതാണ് പറഞ്ഞപ്പോൾ എസ് പി വിളിച്ച് കൊടുത്തു. ഒരു എസ് പി എന്താ തടഞ്ഞാണ്. എസ് പി വിളിച്ച് പറഞ്ഞു ഓൾറെഡി എനിക്ക് അവിടെ പെർമിറ്റ് ചെയ്യാൻ കണ്ടിന്യൂ പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നമില്ല. ചില ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇന്റർഫിയറൻസ് വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ആരാണ്? എസ് പി ആണോ വീണ്ടും ഈ പ്രശ്നം? അല്ല, എസ് പി അല്ല. മറ്റേ നോൺ ഐ പി എസ് ആയിട്ടുള്ള ഒരാള്. കുഴപ്പമില്ല. അത് ഐ പി എസ് ഉള്ള എസ് പി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് രഞ്ജിത്ത് നടക്കുന്നത്? കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ അങ്ങോട്ട് നീങ്ങാണ്. കണ്ടിന്യൂ ചെയ്യാണ് ഞാൻ. ഞാൻ വിളിക്കാം. ഓക്കെ രഞ്ജിത്ത് ഇസ്രായേലാണ് നമുക്കൊപ്പം ചേർന്നത്. ലോറി കണ്ടെത്തുന്നതിനായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡോക്ടർ അരുൺ, പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പോലീസാണ് മാറിപ്പോകാൻ പറഞ്ഞത്. മലയാളികൾ എത്തിയപ്പോൾ അവർ രഞ്ജിത്തിനെയാണല്ലോ അവർക്ക് പരിചയമുള്ളത്. അവിടേക്ക് വന്നപ്പോഴാണ് അത് ഒരു ആശയവിനിമയത്തിലെ പ്രശ്നമാണ്. അത് പരിഹരിച്ചു എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഡോക്ടർ അരുൺ, അതെ സുജയ പാർവതി, വലിയ പ്രശ്നമല്ല. നമ്മളിപ്പോൾ അത് പരിശോധിച്ചു. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിലേക്ക് അവിടെ തുടരാം. ഇത് കണ്ടും കേട്ടും അറിഞ്ഞ് ധാരാളം ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുള്ളൂ. സ്വാഭാവികമാണ് അത്തരം ആളുകൾ നമ്മളെ രക്ഷാപ്രവർത്തനം തടസ്സമാകരുതെന്ന് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നമ്മളിപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഭാഗത്തെല്ലാം ലാൻഡ് സ്ലൈഡ് പൊട്ടൻഷ്യൽ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു മണ്ണിടിച്ചിലുണ്ടാവാം. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ധാരാളം ആളുകൾ ആ പരിസരത്തുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം ഇവർ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുന്ന രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ മലയാളികളടക്കമുള്ള ആൾക്കൂട്ടം കോഴിക്കോട് നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ എത്തിയ മനുഷ്യരുണ്ട്. അവരൊക്കെ ആ ഭാഗത്ത് അവർക്കൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ ഭാഗത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ വിനയ് ഇടപെട്ടതാണ്. ഇത്രയും പേർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അവിടെ നിൽക്കുന്നവരുടെ പെർമിഷൻ മുകളിൽ നിന്ന് വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ആശയവിനിമയത്തിലുണ്ടായ ചില വ്യത്യാസം മാത്രമാണ്. ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. അതിൽ നമ്മൾ നോക്കേണ്ടതില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടാം. ഇപ്പോൾ ഞാൻ എം പിയെ വിളിച്ചിരുന്നു, MLA വിളിച്ചിരുന്നു. ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അസിസ്റ്റന്റ് കമ്മീഷണർ വിനയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. രക്ഷാപ്രവർത്തനത്തെ അത് അല്പം പോലും ബാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതേസമയം മനാഫിന്റെ കൺസേൺ വളരെ വ്യക്തവുമാണ്. ഇത്രയും ദിവസങ്ങളായി മനാഫും അഭിജിത്തും ഒക്കെ ഇവിടെ തുടരുന്നുണ്ട്. സ്വാഭാവികമായും അത്തരം പെട്ടെന്നൊരു വൈകാരികമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രഞ്ജിത്ത് ഇസ്രായേലിയും സംഘവും ഇപ്പോഴും തെരച്ചിലിന്റെ ഭാഗമായി തന്നെ തുടരുന്നു. ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായി എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകേണ്ടതില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനവും സജ്ജീകരണവും ഇവിടെയുണ്ട്. മനാഫ് ബുദ്ധിമുട്ടേണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകാം. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ ധാരാളം ആളുകൾ ഈ പരിസരത്തേക്ക് വരുന്നുണ്ട്. നമ്മളുടെയും ഒരു അഭ്യർത്ഥന, നിങ്ങൾ ആരും തന്നെ ആ പരിസരത്തേക്ക് വരേണ്ടതില്ല. ഇപ്പോൾ നിങ്ങളുടെ ആരുടെയും താൽക്കാലികമായിട്ടുള്ള ഒരു മാനുഷിക സേവനത്തെക്കാൾ അപ്പുറം ആ ലോറിയുടെ ബോഡി കിട്ടുക എന്നുള്ളതാണ്. അതിന് മെഷീൻ മാത്രമാണ് ഇപ്പോൾ നമ്മളെ സഹായിക്കുക. മെഷീനറിയുടെ സഹായത്തോടു കൂടി ആർമി അത് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും മനുഷ്യസാധ്യമായ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ആർമിയുടെ ബറ്റാലിയൻ ഉണ്ട്. ഒപ്പം തന്നെ വലിയ സന്നദ്ധ സംഘടനകളിൽ പെട്ടവരുണ്ട്. കൂടുതൽ ആളുകൾ ആ പരിസരത്തേക്ക് വന്ന് രക്ഷാപ്രവർത്തനം ഉണ്ടാക്കരുത്. തീർച്ചയായും നമ്മളിങ്ങനെ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുന്നത് ചിലർക്കെങ്കിലും ഇന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ എന്നെ വ്യക്തിപരമായി ബന്ധപ്പെട്ടിരുന്നു. തങ്ങൾക്ക് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ ആരും എത്തിച്ചേർന്നിവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുന്ന രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടാവരുത്.